നമുക്ക് ഇൻവേർട്ട് ബൈനറി ട്രീ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഗിവൺ റൂട്ട് ഓഫ് ബൈനറി ട്രീ, ഇൻവേർട്ട് ട്രീ ആൻഡ് റിട്ടേൺ റൂട്ട്. നമുക്ക് ബൈനറി ട്രീയുടെ റൂട്ട് നോഡ് തന്നിട്ടുണ്ടാവും. നമ്മളോട് ബൈനറി ട്രീയെ ഇൻവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇൻവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ട്രീയെ കണ്ടോ, ഈ ട്രീയുടെ സെൻറ്ററിൽ വെച്ച് നമുക്ക് ഈ ട്രീയെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്തപ്പം എന്താ സംഭവിച്ചേ? റൈലിൽ 769 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇവിടെ വന്നപ്പോൾ 796 ആയി. 213 ഇവിടെ വന്നപ്പോൾ 231 ആയി. റൂട്ട് നോഡ് രണ്ടിടത്തും ഒരെണ്ണം തന്നെ. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഇൻവിസിബിൾ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു റൊട്ടേഷൻ ചെയ്യുക. അന്നേരം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ട്രീ കിട്ടും. ഇത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ എൻ്റയർ ട്രീയെ ഇൻവേർട്ട് ചെയ്യാനായിരുന്നു. നമുക്ക് ലെഫ്റ്റ് സബ് ട്രീയെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിച്ചോ. അന്നേരം ഇങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ സ്ട്രക്ചർ ഇൻവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇൻവേർട്ട് ചെയ്ത ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ട് നോഡ് എൽ റൂട്ട് ആണെന്ന് വിചാരിച്ചോ. ഇനി നമുക്ക് റൈറ്റ് സബ് ട്രീ ഇൻവേർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിച്ചോ. റൈറ്റ് സബ് ട്രീ ഇൻവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലേ അതിൻ്റെ സ്ട്രക്ചർ. 769 796 ആയില്ലേ. ഇൻവേർട്ട് ചെയ്ത റൈറ്റ് സബ് ട്രീയുടെ റൂട്ട് നോഡ് ആ റൂട്ട് ആണെന്ന് വിചാരിച്ചോ. ഇപ്പം നമുക്ക് ഇൻവേർട്ട് ചെയ്ത ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ട് നോഡ് എൽ റൂട്ടും ഇൻവേർട്ട് ചെയ്ത് റൈറ്റ് സബ് ട്രീയുടെ റൂട്ട് ആ റൂട്ട് ആണെന്നും വിചാരിച്ചോ. അന്നേരം നമ്മുടെ റൂട്ട് ഏതായിരുന്നു ഇതിൽ? 4 ആയിരുന്നു. 4ന്റെ ലെഫ്റ്റിലോട്ട് ആ റൂട്ടിനെ അസൈൻ ചെയ്താൽ പോരെ. എന്ന് വെച്ചാൽ 4 7 9 6 ഇത് ആ റൂട്ടാണ്. ഫോറിന്റെ റൈറ്റിലോട്ട് എൽ റൂട്ടിനെ അസൈൻ ചെയ്താൽ പോരെ. അങ്ങനെ നമുക്ക് ഇൻവേർട്ട് ചെയ്ത നമ്മുടെ ട്രീയെ കിട്ടില്ലേ. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ലോജിക്ക്. എന്താണ്? നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് സബ് ട്രീയെ ഇൻവേർട്ട് ചെയ്യും. അന്നേരം നമുക്ക് എൽ റൂട്ടിനെ കിട്ടും. ഇൻവേർട്ടഡ് ആയ ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ട് നോഡിനെ കിട്ടും. അത് കഴിഞ്ഞ് റൈറ്റ് സബ് ട്രീ ഇൻവേർട്ട് ചെയ്യും. അന്നേരം നമുക്ക് ഇൻവേർട്ടഡ് ആയ റൈറ്റ് സബ് ട്രീയുടെ റൂട്ട് നോഡിനെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റിലോട്ട് ആ റൂട്ടിനെ നമ്മൾ അസൈൻ ചെയ്യും, റൈറ്റിലോട്ട് എൽ റൂട്ടിനെ നമ്മൾ അസൈൻ ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻവേർട്ടഡ് ആയ ബൈനറി ട്രീ കിട്ടും. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് ഇൻവേർട്ട് ട്രീ റൂട്ട്, ഇഫ് നോട്ട് റൂട്ട് റിട്ടേൺ റൂട്ട്, എൽ റൂട്ട് ഈക്വൽ ടു ഇൻവേർട്ട് ട്രീ റൂട്ട് ഡോട്ട് ലെഫ്റ്റ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സബ് ട്രീയെ ഇൻവേർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇൻവേർട്ടഡ് ആയ ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ടാണ് എൽ റൂട്ട്. ആ റൂട്ട് ഈക്വൽ ടു ഇൻവേർട്ട് ട്രീ റൂട്ട് ഡോട്ട് റൈറ്റ്. റൈറ്റ് സബ് ട്രീയെ നമ്മൾ ഇൻവേർട്ട് ചെയ്തു, അതിൻ്റെ റൂട്ടാണ് ആ റൂട്ട്. റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു ആ റൂട്ട്. റൂട്ടിൻ്റെ ലെഫ്റ്റിലോട്ട് ആ റൂട്ടിനെ നമ്മൾ വെച്ചു, റൂട്ടിൻ്റെ റൈറ്റിലോട്ട് എൽ റൂട്ടിനെയും വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ റൂട്ടിനെ റിട്ടേൺ ചെയ്തു. ഇതിന് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് h ആണ്, ഓർഡർ ഓഫ് ഹൈറ്റ് ഓഫ് ദ ട്രീ. എനിക്കാണെങ്കിൽ എൽ റൂട്ടിനെയും ആ റൂട്ടിനെയും എടുത്ത് കളയണം. അന്നേരം ഞാൻ ഇങ്ങനെ കോഡ് ചെയ്താണ്. റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു ഇൻവേർട്ട് ട്രീ റൂട്ട് ഡോട്ട് റൈറ്റ്. ആ റൂട്ടിന് പകരം ഞാൻ ഡയറക്റ്റ് ആ റൂട്ടിന്റെ വാല്യൂ ഇവിടെ വെച്ചേക്കാണ്.
റൂട്ട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു ഇൻവേർട്ട് ട്രീ റൂട്ട് ഡോട്ട് ലെഫ്റ്റ്. ഇത് തെറ്റല്ലേ? കാരണം റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഇൻവേർട്ടഡ് ആയ റൂട്ട് ഡോട്ട് റൈറ്റ് ആണ് ഇരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻവേർട്ട് ട്രീ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള റൈറ്റ് സബ് ട്രീ ആണ് നമ്മൾ വീണ്ടും ഇൻവേർട്ട് ചെയ്തിട്ട് റൈറ്റിലോട്ട് വെക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ഈ കോഡ് തെറ്റാണ്. ആ ഒരു ലോജിക്കിനെ നമ്മൾ സ്വാപ്പിംഗ് വെച്ചായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. റൂട്ട് ഡോട്ട് ലെഫ്റ്റ് റൂട്ട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു ഇൻവേർട്ട് ട്രീ റൂട്ട് ഡോട്ട് റൈറ്റ് ഇൻവേർട്ട് ട്രീ റൂട്ട് ഡോട്ട് ലെഫ്റ്റ്. റിട്ടേൺ റൂട്ട്. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് h.